ശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞാൽ മുഹറം സഫർ കഴിഞ്ഞാൽ മുഹറം സഫറൊന്നുമില്ല, ഒറ്റ പിന്നെ നേരെ നമ്മളെ പുതിയ റോഡ് പോലെയാണ്, ഒറ്റ സ്പീഡിൽ പോക്കാണ്. റബീഉൽ അവ്വൽ ചാടിപ്പാഞ്ഞിങ്ങോട്ട് റസൂലുള്ളാഹിന്റെ 1500ാമത്തെ കൊല്ലമാണ് വരുന്നത്. എന്തെങ്കിലും ഒരു ഹദിയ റസൂലിന് കൊടുക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖത്മൊക്കെ ഓതി തുടങ്ങി, വൃതകളൊക്കെ ചൊല്ലി. അതൊക്കെ അതിനേക്കാളൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല സ്വഭാവം വേണം. നമ്മൾ ദ്വാരക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾ ദ്വാരക്കുമ്പോൾ ശരിക്കും ചിന്തിച്ചു കൂടും നമ്മുടെ സ്വാർത്ഥത. ഹബീബിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിനോടുള്ള സ്നേഹമാണ്. ചുരുക്കി പറഞ്ഞാൽ, വിശദീകരിച്ച് പറയാൻ സമയമില്ല, ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹിനെ എങ്ങനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിനോട് എങ്ങനെ നമുക്ക് ഗുണം ചെയ്യുക നമുക്ക് കഴിയും. സ്വല്ലു അലൈഹിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിന് ഗുണം ചെയ്യുക. അതിൽ പെട്ടതാണ് എന്തെന്നറിയോ? ഇപ്പോൾ നമ്മൾ പഠിച്ചോണം എൻ്റെ അമ്മ, നിങ്ങൾ ശരിക്കും ചോദിക്കും, നമ്മൾ ദ്വാരക്കുമ്പോൾ എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ ഉസ്താദ്മാർ, അതല്ല ദ്വാരക്കുക. അപ്പുറത്തെ വീട്ടിലുള്ള അമ്മക്കും ദ്വാരക്കണ്ടേ, അതും ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉമ്മനല്ലേ. അപ്പുറത്തെ വീട്ടിലുള്ള കാക്കക്കും ദ്വാരക്കണ്ടേ, അതും ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട. അതായത് എനിക്കും എൻ്റെ അയൽവാസിക്കും എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും എൻ്റെ മുഴുവൻ ദ്വായും എത്തണം. അതായിരിക്കണം നമ്മുടെ മുഴുവൻ ദ്വായും. അല്ലാതെ സ്വാർത്ഥതയാണ്. സംഭവാത്മീയതാണ് പറയുന്നത്, ദ്വാ നല്ല കാര്യമാണ്, പക്ഷെ സ്റ്റിൽ അത് സ്വാർത്ഥതയാണ്. മദീനത്ത് ഷെരീഫിൽ വെച്ചിട്ട് എന്താണ് ഷെയ്ഖ് സഈദ് ഷഹീദ് ആണ്, സയ്യിദ് എന്നാ അവരുടെ പേര്, റമദാൻ അൽ ബൂത്തി എന്ന് പറയുന്ന മഹാനവറുകളെ ഞങ്ങൾ ഉമർ ഉസ്താദിൻ്റെ കൂടെ പോയപ്പോൾ നമ്മൾ കണ്ടു. ഇവരെ വാപ്പയായിട്ടെങ്കിൽ വേറെ നിലക്കൊരു ബന്ധമുണ്ട് റമദാൻ അൽ ബൂത്തിയായിട്ട്. അങ്ങനെ സയ്യിദ് റമദാൻ അൽ ബൂത്തി ഷഹീദാണ്, ശത്രുക്കൾ അവരെ കൊന്നതാണ്, വലിയ ആലിമാണ്. അവരുടെ ഗ്രന്ഥങ്ങൾ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥം വെച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടുണ്ട്. പല ഉസ്താദന്മാരും പ്രസംഗിക്കുന്നത്, മാളികൽ ഉസ്താദ് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര വലിയ ആലിമാണ് ഷഹീദ് റമദാൻ അൽ ബൂത്തി. ഈ റമദാൻ അൽ ബൂത്തിൻ്റെ മകനും ഏകദേശം അതേ പ്രായം, വഫാത്തായ സമയത്ത് ഉണ്ടാവുന്ന 70 വയസ്സ് പ്രായമായിട്ടുണ്ടോ, കണ്ടാൽ അതേ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ്. മദീനത്ത് വെച്ച് ഇവരെ ഞങ്ങൾ കണ്ടു, ഞാൻ ഉസ്താദൊക്കെ കണ്ടു. കണ്ട സമയത്ത് ഇവർ ആദ്യം, ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് ഇവർ പറഞ്ഞത്, നിങ്ങൾ ദ്വാരക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് മുഴുവനും ദ്വാരക്കണം എന്നാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും ദ്വാരക്കണം. അതാണ് പോയിന്റ്. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തി. നമ്മൾ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, അയൽവാസിയിലേക്ക് പോലും അത് എത്തുന്നില്ല. കാരണം അയൽവാസി റസൂലുള്ളാഹിക്ക് എല്ലാ ഉമ്മത്തിൽപ്പെട്ടവരാണ്. നമുക്ക് ചെറിയ ലോകമാണ്. അതാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് എവറിത്തിങ്, കമ്പാഷനേറ്റ് ടു എവരിബഡി. അതിൻ്റെ താരീഫ്, ഇംഗ്ലീഷിലുള്ള താരീഫ് അങ്ങനെയാണ്. അതങ്ങനെയാണ്. എല്ലാവരുമായിട്ട് ഒരാൾ ഇങ്ങോട്ട് എങ്ങനെ നോക്കാതെ അങ്ങോട്ട് കാരുണ്യത്തിൽ പെരുമാറുന്നൊരവസ്ഥ, അതൊക്കെ കുറേ വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിനെ വെൽക്കം ചെയ്തുകൊണ്ട് സഫർ മാസത്തിൽ നമ്മുടെ ഒരു പാടലും പറയലും ഉണ്ടാവും. അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഒന്ന് ഒരുങ്ങണം. ദുൽഹജ്ജ് മാസമാണ്. ഞാൻ വളരെ ചെറിയ പോയിന്റിൻ്റെ അംശങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഖൽബ് കൊണ്ട് ആ ഹബീബിലേക്ക് ഒന്ന് എത്തണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനടക്കമുള്ള പാട്ട് പാടുന്നവരും കേൾക്കുന്നവരൊക്കെ ചിന്തിക്കണം, ഇത്രയും കൊല്ലമായിട്ട് പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആ മുഖം ഒന്ന് കണ്ടിട്ടില്ലല്ലോ, ഇത്രയും കാലമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ പാട്ടൊക്കെ പാടുന്നവർ പാടിക്കൊണ്ടും കേൾക്കുന്നവർ കേട്ടുകൊണ്ടും ഒരു ലയനം ഉണ്ടല്ലോ, അതിൽ ഭൗതികമായ ലയനമെങ്കിലും ഉണ്ടല്ലോ. ആ ലയനൊക്കെ കളവായിരുന്നോ, ഞാൻ അതിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇനി ഒരു തവണ കണ്ടവരൊക്കെ ഉണ്ടാവും. ആ കണ്ടവർ പടച്ചോനെ അത് ചെറിയൊരു കാഴ്ചയിൽ അതിനപ്പുറത്തേക്ക് ഞാൻ എത്തിയിട്ടില്ലല്ലോ, ഇത് സത്യവുമാണല്ലോ, കാണുന്നുള്ളത് സത്യവുമാണല്ലോ. എത്രയോ ആൾക്കാർക്ക് ആ തോഫീക്ക്. കഴിഞ്ഞ ആഴ്ച എന്നോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് കണ്ട കാര്യം. കഴിഞ്ഞ ആഴ്ച ഒരു ഉസ്താദ് ഒരു ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു നല്ലൊരു പണ്ഡിതൻ, നമ്മുടെ ചേഞ്ച് കൂട്ടായ്മയിൽ ഇപ്പോൾ ബുർദ പഠിക്കുന്ന കോഴ്സിലൊക്കെ അദ്ദേഹം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഒരു പണ്ഡിതനാണ് അദ്ദേഹം, പറഞ്ഞു കണ്ട കാര്യം എന്നോട് പറഞ്ഞു. ഉസ്താദായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, തൗഫീഖുള്ളവർ കാണുന്നത്. എന്താ ഞാനതിൽ പെടാത്തത്? കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു ഭാഗത്ത് മധു പാടുന്നു, മധുഹിൻ്റെ അല്ലെങ്കിൽ മധു കേൾക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ മധുവായിട്ട് ഒരു ബന്ധമില്ല. ജീവിതം മുഴുവനും മധുഹാണ്. ശരിക്കും റസൂലിൻ്റെ മധുഹാണ് ജീവിതം. എന്നെ കണ്ടാൽ റസൂലിൻ്റെ മധുഹായിട്ട് ഒരാൾക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ റസൂൽ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും 4 വരി പാടി അതുകൊണ്ട് കാര്യമില്ല. അതിന് സിറ്റുവേഷണൽ മഹബത്ത് എന്നൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. കൺസിസ്റ്റൻ്റ് മഹബത്തിലേക്ക് എത്തണം. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. കുറേ